കാനഡയിലേക്ക് ഇസ്രായേലി കുടിയേറ്റം വർദ്ധിക്കുന്നതായ റിപ്പോർട്ട് പുറത്തു വന്നു. കഴിഞ്ഞ ദിവസമാണ് കാനഡയിലെ പ്രമുഖ ചാനൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഭിമുഖം നടത്തിക്കൊണ്ട് വിഷയങ്ങൾ പറയുന്നത്. സർക്കാർ തലത്തിൽ നിന്നും ഇസ്രായേൽ സർക്കാർ തലത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുടിയേറ്റം വർദ്ധിക്കുന്നു. ഇസ്രായേലിൽ വിട്ടുപോകുന്നവരും തൊഴിലന്വേഷിച്ചു വരുന്നതും സുരക്ഷിത മേഖല തേടി വരുന്നവരുടെയും എണ്ണം നാൾക്ക് നാൾ കൂടി വരുന്നു. 2023 അപേക്ഷിച്ച് 2024-25 വർഷത്തിൽ 5 ഇരട്ടി വർധന കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന്റെ വിഷയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ തൊട്ട് പിറകിലായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജ്യത്തുണ്ടാവുന്ന അസ്ഥിരത്വം, സുരക്ഷാ ഭീതി, സൈനിക സമ്മർദ്ദം, ജീവിക്കാൻ ധൈര്യക്കുറവ്, സർക്കാരിലുള്ള വിശ്വാസക്കുറവ്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവരുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട്, ഭാവി ജീവിതം എന്ന് പറയുന്ന തലമുറ കൈമാറിയിട്ടുള്ള ഇസ്രായേലിലെ ജൂത വിഭാഗത്തിന്റെ ജീവിത നിലവാര അവസ്ഥകളെ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വിലയിരുത്തുമ്പോൾ ഭാവിയിൽ അപകടകരമായിരിക്കുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ മാറുമെന്നാണ്. പരമാവധി ലോക രാജ്യങ്ങളുടെ ശത്രുത സംഭരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഓരോരോ ദിവസവും പുതിയൊരു ശത്രുവിനെ ഉണ്ടാക്കുക എന്ന തരത്തിലാണ്. അതിന് രണ്ടാം ഭാഗം പറയുന്നത്, ഇന്ന് പാലസ്തീനികൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പാലസ്തീനികൾ ഏകദേശം 35,000-ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളുമായി അടക്കുന്ന ആളുകൾ. ഇസ്രായേലി രാജ്യത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണം ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി പരമാവധി രാജ്യത്തിന്റെ ഭാഗങ്ങളിൽ നിന്നെല്ലാം ജൂത വിഭാഗം ഒരു ഏകോപിക്കപ്പെട്ട രാജ്യമായിരിക്കുന്ന ജൂതരാഷ്ട്രത്തിലേക്ക്, ഇസ്രായേൽ രാജ്യത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. ലോകത്താകമാനം ചെതറിക്കിടക്കുന്ന ജൂത വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പുതിയ രാഷ്ട്ര നിർമ്മിതിക്ക് അവരെല്ലാവരും പങ്കാളിത്തം വഹിച്ചു. അങ്ങനെയാണ് ജൂതരാഷ്ട്രം 1948 ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം പിന്നീട് അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഓരോ യുദ്ധത്തിലും, അവർക്ക് നേരെ ഉണ്ടായ ഓരോ പ്രതിസന്ധിയിലും വളരെ അത്ഭുതകരമായ രീതിയിൽ അവർ വിജയിക്കുകയും ചെയ്തു. 1948 ശേഷം പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. 1967 യുദ്ധം ഏറ്റവും ശക്തി നേടിയിരിക്കുന്ന യുദ്ധമാണ്. 6 ദിവസം നീണ്ടുനിന്ന 6 മുസ്ലിം രാജ്യങ്ങൾ പങ്കെടുത്ത യുദ്ധമായിരുന്നു. ജൂത രാജ്യം എന്ന് പറയുന്ന ഇസ്രായേൽ രാജ്യം മാത്രമായിരുന്നു പ്രതിരോധ ഭാഗത്തുണ്ടായിരുന്നത്. അവർ വളരെ എളുപ്പത്തിൽ തന്നെ ആ യുദ്ധത്തിൽ വിജയിച്ചു. അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ വിപുലീകരിച്ചു. അന്നോളം ഉണ്ടായിരുന്ന ഭൂപ്രദേശത്തിന്റെ 4 ഇരട്ടി ഭൂമിയെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന, തൊട്ടടുത്ത് യുദ്ധം ചെയ്തപ്പെട്ട ലെബനാനിൽ നിന്നും, സിറിയയിൽ നിന്നും, ജോർദാനിൽ നിന്നുമെല്ലാം, ഈജിപ്തിൽ നിന്ന് അടക്കം അവർ പിടിച്ചു വാങ്ങുകയും ചെയ്തു. അങ്ങനെ ലോകത്തിന് മുൻപിൽ അഭിമാനകരമായിരിക്കുന്ന ഒരു അസ്തിത്വം ഉണ്ടാക്കാൻ വേണ്ടി ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് സാധിച്ചു. അത് ലോകത്ത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ടതും, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തിയും ബുദ്ധിയും ലോകം അംഗീകരിക്കുകയും ചെയ്ത യുദ്ധമായി 1960. പിന്നീട് ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള ശാസ്ത്ര പുരോഗതിയും സാങ്കേതിക വിദ്യയിലെ കൈമാറ്റങ്ങളും ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേൽ തീർത്തു. കയറ്റുമതിയും ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക വിപ്ലവം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അവരുടെ കറൻസിയുടെ മൂല്യങ്ങളൊക്കെ നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ടൂറിസ്റ്റ് മേഖല എന്ന് പറയുന്ന സമയത്ത് 3 മതവിശ്വാസികൾക്കും ഏറ്റവും പ്രാധാന്യമുള്ള പ്രദേശത്തിന്റെ ഭാഗമായി ജെറുസലേം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടൂറിസ്റ്റ് മേഖല വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ക്രിസ്തു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ജൂത മതവിശ്വാസികളും ആ പ്രദേശത്തിലേക്ക് ലോകത്താകമാനമുള്ള വിഭാഗത്തിന്റെ ഭാഗമായിട്ട് എത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ കുറെ പോകുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ കാലം മാറി 2023 പിറന്നതോടുകൂടി ആ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. ഒക്ടോബർ 7 ചരിത്രവും ഒക്ടോബർ 6 ചരിത്രവും 2 ചരിത്രമായിട്ട് തന്നെ മാറി. സെപ്റ്റംബർ 11 അമേരിക്ക എങ്ങനെ കാണുന്നോ ആ രീതിയിൽ തന്നെയാണ് ഒക്ടോബർ 7 ഇസ്രായേൽ കാണുന്നത്. അതിനുശേഷമുള്ള ചരിത്രം ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിലാണ്, ഇസ്രായേലിനെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ്. ഇസ്രായേൽ പറയുന്ന ഒരു കാര്യങ്ങളും ലോകം ശ്രദ്ധയോടുകൂടി കേട്ടില്ല. കാര്യം അവർ പറയുന്ന കള്ളത്തരമാണ്, പൊള്ളത്തരമാണ്, യാഥാർത്ഥ്യമല്ല എന്ന് ഒക്ടോബർ 7 തെളിയിച്ചു. ഇന്ന് നീണ്ടുപോകുന്നു. ഇപ്പോൾ ഒക്ടോബർ 7 2023, 2024 1 വർഷം കഴിഞ്ഞു. ഇപ്പം നവംബറിലെത്തിയിരിക്കുന്നു. അപ്പോൾ 1 വർഷവും
ഒരു മാസവും കഴിഞ്ഞ ആ യുദ്ധത്തിൽ ഇസ്രായേലിന് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 6 രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി 6 ദിവസം മാത്രം മതിയായ ഇസ്രായേലിന് പാലസ്തീൻ എന്ന് പറയുന്ന അതിന്റെ ഭാഗമായിരിക്കുന്ന ഗസയിലെ ഒരു സൈനിക വിഭാഗത്തെ പരാജയപ്പെടുത്താൻ ഒരു വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഇസ്രായേൽ ഇതുവരെ പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് തെളിയുകയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ, ഇസ്രായേലിലെ ഗവൺമെന്റിൽ നിന്ന് ഇസ്രായേലിലെ ജനങ്ങൾ അകന്നിരിക്കുന്നു. അവർ വലിയ രീതിയിലുള്ള അകൽച്ചയിലാണ്. അവർക്ക് ഗവൺമെന്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വന്ന രാജ്യത്തേക്ക് തന്നെ മടങ്ങിപ്പോകാൻ അവർ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷിത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരുന്നു. 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന എയർപോർട്ടുകളിലൊക്കെ യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു അക്രമം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംഘടിച്ചിരിക്കുന്ന മേഖല നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ എയർപോർട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. രാജ്യം വിട്ടു പോകുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ കാനഡയിലേക്കാണ് എന്ന് പറയുന്നു. പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിൽ എടുക്കുന്ന സമയത്ത് ഓരോരോ രാജ്യത്തുമുള്ള പൗരന്മാർ, അതായത് ഇരട്ട പൗരങ്ങൾ, ബ്രിട്ടന്, ഫ്രാൻസ്, ഇറ്റലി, ചൈന, ഈ ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇരട്ട പൗരത്വമുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്ന, അതിൽ ബ്രിട്ടന്റെ പേര് ബ്രിട്ടന്, അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ജൂത വിഭാഗം ഇസ്രായേലിലുള്ള പൗരത്വം റദ്ദാക്കിക്കൊണ്ട് ആ രാജ്യത്തെ പൗരത്വം മാത്രം എടുത്ത് ജീവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനവർ പറയുന്ന കാര്യം ഇസ്രായേൽ സുരക്ഷിത മേഖലയല്ല. ഇനി ഭാവിയിൽ ആ രാജ്യം സുരക്ഷിതമാകാൻ പോകുന്നില്ല. അവർ അത്രക്ക് ഈ പാലസ്തീനികളെ നോവിച്ചിരിക്കുന്നു. ഏതൊരു കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധം അവസാനിപ്പിച്ചാലും തീർച്ചയായിട്ടും അവരുടെ തലമുറ തങ്ങളെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും. ഈ അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ വളർന്നു വരുന്ന തലമുറക്ക് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ഇസ്രായേലിന്റെ സൈനികപരമായിരിക്കുന്ന, ബുദ്ധിപരമായിരിക്കുന്ന, സാമ്പത്തികപരമായിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ശത്രുപക്ഷം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് എളുപ്പത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാതെ പോകുന്നത്. പാലസ്തീനയിൽ കൊല്ലപ്പെട്ട വിവരവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൊടുക്കുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധവിരാമം ഉണ്ടായാലും ഈ തലമുറയിൽ പെട്ട് ഉണ്ടാകുന്ന വംശങ്ങൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ അല്ലെങ്കിൽ തലമുറ എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ശത്രുപക്ഷത്തേക്ക് തന്നെ ആവും. ഒരാളെ കൊല്ലുന്ന സമയത്ത് 10 പേരെങ്കിലും ശത്രുപക്ഷത്തേക്ക് ഇസ്രായേൽ ക്ഷണിക്കുകയാണ് എന്നുള്ള ഒരു വിവരമാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിത രാജ്യമായി ഇസ്രായേലിനെ ഭാവിയിൽ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് സുരക്ഷിത ഇടം തേടി തങ്ങൾ പറക്കുകയാണ്. അങ്ങനെയാണ് 7850, അതിന്റെ വർധനകൾ പറയുന്നുണ്ട്. 7850 വർധനവ്, അത്രയും പേര് ഓരോരോ മാസത്തിലോ അതല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ കയറിപ്പോകുന്ന രീതിയാണ് കാണുന്നത്. അത് 6 മാസത്തിന്റെ ഇടയിൽ അതിന്റെ സംഖ്യക്ക് ഇരട്ടി വർധനം ഉണ്ടാകുന്നു. 2 രീതി പറയുന്നുണ്ട്. ഇരട്ട പൗരത്വമുള്ള, കാനഡയിലും ഈ ഇസ്രായേലിലും ഇരട്ട പൗരത്വമുള്ള വിഭാഗത്തിൽ നല്ലൊരു ശതമാനം ഇസ്രായേലിന്റെ പൗരത്വം റദ്ദ് ചെയ്യുന്നു. അപ്പൊ കാനഡയെ പൗരത്വം സ്വീകരിക്കുന്നു എന്നർത്ഥം. തൊഴിൽ മേഖല, വിദ്യാഭ്യാസ മേഖല, ജീവിത മേഖല, സുരക്ഷിത മേഖല, ഇതെല്ലാം കാനഡയിൽ ഇപ്പോൾ ഉണ്ട്. കാനഡയെ സംബന്ധിച്ചിടത്തോളം വിസ്തൃതമായിരിക്കുന്ന വലിയ രാജ്യമാണ്, ജനസംഖ്യ തീരെ കുറവുള്ള രാജ്യമാണ്. അതുകൊണ്ട് അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഗുണപരമായിരിക്കുന്ന അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടാവുന്ന കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടുങ്ങിയ രാജ്യമാണ്. വലിയ രാജ്യത്തിന്റെ വിസ്തീർണത്തിനനുസരിച്ചുള്ള ജനസംഖ്യയല്ല അവിടെ ഉള്ളത്. അതിനെ നോക്കുന്ന സമയത്ത് അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ലോക വിസ്തൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിന്റെ ഭാഗമായിട്ട് പരാമർശിക്കപ്പെടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന ഭാവിയിലെ ഇസ്രായേലിന്റെ ജീവിത രീതികളൊക്കെ വലിയ ശ്രമകരമായിരിക്കും, പ്രയാസകരമായിരിക്കും. അത് വേണ്ട രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. കാര്യം എന്ന് പറയുന്നത് ലോകാവസാനം വരെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ജനങ്ങളും അവിടെ നിന്നുണ്ടാകുന്ന തലമുറയും ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് തന്നെ നിൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പോകുന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ വിവരങ്ങൾ, അതുകൊണ്ട് എന്തില്ല, ഇസ്രായേൽ സുരക്ഷിതമല്ല എന്ന് ജൂത വിഭാഗം മനസ്സിലാക്കുന്നു.